ഇനിയും കൊല്ലം കടക്കലിലേക്കാണ് പോകുന്നത്. കൊല്ലം കടക്കലിൽ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായി വ്യാപക ആക്രമണം CPM അഴിച്ചുവിടുകയാണ്. കാരണം കടക്കൽ എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിലെ CPMന്റെ കണ്ണൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. കണ്ണൂരിൽ നമുക്കറിയാം ഒരു കാലത്ത് പാർട്ടി ഗ്രാമങ്ങളും അവിടെ CPMന്റെ ധാർഷ്ട്യവും ഒക്കെ വലിയ തോതിൽ നിലനിന്നിരുന്നൊരു സ്ഥലമാണ്. അതിന് സമാനമായ രീതിയിലാണ് ഈ കൊല്ലം ജില്ലയിലെ കടക്കൽ. അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. CPM അല്ലാത്ത മറ്റ് സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ആരെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അവരെ ആയുധം ഉപയോഗിച്ച് നേരിടുന്ന പ്രാകൃതമായ കമ്മ്യൂണിസ്റ്റ് ഭീകരത നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ആ കടക്കലിൽ ഇതാ ജനാധിപത്യത്തിൻ്റെ പുതിയ വെളിച്ചം കടന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ തങ്ങളുടെ ശക്തി കേന്ദ്രമായി ചൂണ്ടിക്കാണിച്ചിരുന്ന കടക്കലിലാണ് ഇത്തവണ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു പെൺകുട്ടി, മിടുമിടുക്കിയായ ഒരു കുട്ടി, അനുപമ സന്തോഷ് എന്ന കുട്ടി അവിടെ വിജയിച്ചു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഹാലിളകിയ കമ്മ്യൂണിസ്റ്റുകാർ ഇതാ വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ FIRൽ വളരെ ലളിതമായ ചില വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ FIR ഇട്ട് ഒരു കേസ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ ചില വകുപ്പുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഈ ഭീകരർക്കൊപ്പം തന്നെയാണ് പോലീസ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കടക്കൽ സംഭവത്തിലും. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അന്ന് ആണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന അനുപമ സന്തോഷിനും കൂടെയുള്ളവർക്കും നേരെ CPM പ്രവർത്തകർ അഴിച്ചുവിട്ട ഈ ആക്രമണമായിരുന്നു. അതിൽ തന്നെ അവിടെയുണ്ടായിരുന്ന വനിതാ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്ത് അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആക്രമണം രൂക്ഷമായപ്പോൾ വീടുകളിൽ ഒതുങ്ങിയിരിക്കേണ്ട, അതായത് പോലീസ് വീടുകളിലേക്ക് പോകാൻ പറഞ്ഞു. പിന്നീട് ഈ അനുപമ സന്തോഷിനുൾപ്പെടെ അന്ന് രാത്രി മുഴുവൻ ആ വീട്ടിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പുറത്തൊക്കെ ആകെ തന്നെ CPM ക്രിമിനലുകൾ ആക്രമണം അഴിച്ചുവിട്ട ആ ഒരു സമയത്ത് കൃത്യമായും അനുപമ സന്തോഷ് അടക്കം മൊഴി നൽകിയതാണ്, പരാതി നൽകിയതാണ് പോലീസിന്. പോലീസ് അതിൻ്റെ പേരിൽ ഒരു കേസെടുത്തിരിക്കുന്നു. ആ കേസെടുത്തിരിക്കുന്നതിൽ പറയുന്നത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന BJP പ്രവർത്തകരെ, അതായത് അനുപമ സന്തോഷിനെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചു, അതോടൊപ്പം തന്നെ അസഭ്യം പറഞ്ഞു. ഇങ്ങനെയാണ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെയുണ്ടായിരുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതോ അല്ലെങ്കിൽ അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള അപമര്യാദയിൽ പെരുമാറിക്കൊണ്ട് അവരെയൊക്കെ തള്ളിയിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPM ഗുണ്ട ആക്രമണം അവിടെ നടന്നിരുന്നു. എന്നാൽ പോലീസ് അതൊന്നും തന്നെ രേഖപ്പെടുത്താതെ FIR ഇട്ടിരിക്കുകയാണ്. പേരിന് വേണ്ടി ഒരു കേസ് എടുത്തിരിക്കുന്നു. മനോജ്, ഒരു നിമിഷം, ഇപ്പോൾ അനുപമ സന്തോഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അനുപമയുടെ വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ BJP നേടിയ ആ ഒരു ചരിത്ര വിജയം പോലെ തന്നെ കേരള സംസ്ഥാനം നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രം, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ് അനുപമ വലിയ തോതിൽ വിജയിച്ച് കയറിയിരിക്കുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു മകുടോദാഹരണമായി അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിജയമായി തന്നെ അതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ ഉണ്ടായിരിക്കുന്നത്. ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് FIRനകത്ത്. എങ്ങനെയാണ് അനുപമ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഓഫീസേഴ്സ് വന്നു. ഓഫീസേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ടാണ് CPM പ്രവർത്തകൻ ചേട്ടനെ അടിച്ചത്. അതിന്റെ പുറകെ വൈകുന്നേരത്ത് 4 മണിക്ക് അരിഞ്ഞെടുത്ത് പാറയിൽ പ്രശ്നം ഉണ്ടാക്കിയവരിൽ 2 പേര്, അരുണും വിശാഖും കൂടെയാണ് അതിനോടൊപ്പം പുറകിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ച് സംഭവം നടന്നതുകൊണ്ട് SP ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി എടുത്തിരുന്നു. ഹസ്ബൻഡിന്റെ പേരിൽ എടുത്തിരുന്നു. എന്റെ പേരിൽ വനിതാ പോലീസ് ഓഫീസർ എഴുതിയ ആ മൊഴിയിൽ ഈ FIR വന്നപ്പോൾ ഞാൻ അതിനകത്തൊന്നും ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ മൊഴി പകർപ്പ് ഞാൻ ഇന്ന് തിരിച്ച് മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോ അതിലെനിക്ക് ഈ ഞാൻ കൊടുത്തതെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. ഞാൻ എന്തായാലും വായിച്ചു നോക്കിയിട്ടാണ് സൈൻ ചെയ്തത്. അതുകൊണ്ട് അതെനിക്കൊന്ന് അറിയണം. പിന്നെയെന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും ആ സമയം തൊട്ട് ഇതുവരെ അവര് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തു നിന്ന് നമ്മളോട് അനുവാദം ചോദിച്ചിട്ടാണ് അവരകത്ത് കയറ്റി വിടുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു നല്ല രീതിയിൽ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. കാരണം പുറത്ത് അവർ അലമുറ കൂട്ടുന്നുണ്ട്, എന്തും ചെയ്യും എന്നുള്ളത്. എനിക്ക് പ്രവർത്തിക്കാൻ ഇവിടെ ഇറങ്ങി ജനങ്ങൾക്ക് വികസനം ഞങ്ങൾ കൊടുത്തോളാം, നീ ആയിട്ട് തൽക്കാലം വികസനം ഒന്നും ഉണ്ടാക്കണ്ട എന്നാണ് അലമുറ
കൂട്ടുന്നത്. അതൊക്കെ അവർ ചെയ്തോട്ടെ. എനിക്ക് അവരോട് CPM-ന്റെ ഗുണ്ടകളായിട്ടുള്ള ഈ 4 പേരാണ്. ആ ഗുണ്ടകൾ എന്ന് തന്നെ പറയാൻ ഒന്ന് രണ്ട് പേരെ പറയാൻ തന്നെ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് റോഡ് സൈഡിൽ തന്നെയാണ് പാർട്ടി ഓഫീസ്. ഈ CPM-ന്റെ പാർട്ടി ഓഫീസ്. അവിടെ ഉള്ള ഇരുന്ന് നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരാൾ ആണ് വന്ന് മദ്യപിച്ചിട്ട് വന്ന് എന്റെ ഹസ്ബൻഡിനെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അടിച്ചത്. അപ്പൊ അതിൽ അതിയായ വിഷമോ ഷോക്ക്ഡ് ആയിപ്പോയി ഞങ്ങൾ ആ സമയത്ത് തന്നെ. അപ്പൊ പിന്നെ വന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനിയനായിട്ട് കണ്ട ഒരു വിഷ്ണുവിന്റെ സഹോദരനാണ് വിശാഖ്, കുക്കു എന്ന് വിളിക്കുന്നത്. അവനും ഈ പ്രവൃത്തിയിൽ ഉള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വീണ്ടും ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം വെച്ചാൽ ഞങ്ങളൊന്നും ഇവരെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്റെ ഭർത്താവും ഞങ്ങളും നല്ല രീതിയിൽ ഈ CPM-ന്റെ പ്രവർത്തകരായാലും UDF-നോടായാലും നല്ല രീതിയിൽ സോഷ്യലായിട്ട് സംസാരിക്കുകയും, ഞാൻ 2015 തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതാ. ഇലക്ഷൻ വരും അന്ന് മുതൽ തുടർച്ചയായിട്ട് ഞാൻ ഇലക്ഷന് നിൽക്കുന്ന. ഇലക്ഷൻ വരും, ഞാൻ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ ഈ CPM-ന്റെ എല്ലാ പ്രവർത്തകരോട് സഹകരിക്കുകയും അവർ ഓരോരുത്തരുടെ വീടുകളിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ആരോടും വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഞാൻ കൂടുതൽ ആരോടും ഒന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ള എനിക്ക് ഇപ്പൊ ഞാൻ ജയിച്ചപ്പോ ഇവർക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചു കൂടാ? ഇത് എല്ലാവരെയും ഞാൻ CPM-ന്റെ എല്ലാവരും ഉൾപ്പെടുത്തി പറയുകയല്ല. അതില് ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോ മേൽഘടകങ്ങളിൽ ആരുടെയും അവരുടെ അനുഭവത്തോടു കൂടിയല്ല ഈ 4 പേരും ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു നമുക്ക് നടപടി വേണം. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഒരു സമാധാനം ആഗ്രഹിക്കാൻ വേണ്ടി, ഇനി ജനങ്ങൾക്ക് ഒരു അക്രമ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് അവരിലേക്ക് എത്തണം. അവർക്ക് അർഹതപ്പെട്ടത് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് അവസരം നൽകണം. എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. എനിക്ക് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം എന്ന് ഉണ്ട്. എനിക്ക് അതിനൊരു അനുവാദം തരണം, എന്നുവെച്ചാൽ അനുവദിച്ചു തരണം. ഇവര് എന്ത് ചെയ്താലും ഇവർ ഈ തോൽവി അംഗീകരിച്ചേ മതിയാകൂ. എനിക്ക് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 3 ദിവസമായിട്ട് ഞാൻ പറയാനുള്ളത് അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിൽ നമുക്ക് ഇതുവരെ ഒരു അന്വേഷിക്കുകയോ ഈ കേസ് ഇങ്ങനെ പോയിട്ട് ഇതിനെക്കുറിച്ച് ഈ 3-ാം ദിവസമായിട്ട് പോലും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇവർ ഈ അനുപമ, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ CPM ക്രിമിനലുകൾ തുടർച്ചയായി ആക്രമണം നടത്തുകയായിരുന്നു. അത് അനുപമയ്ക്കും കുടുംബത്തിനും നേരെ മാത്രമല്ല, അവിടുത്തെ മറ്റ് BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ പുതിയ അക്രമ സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ? ഇന്നലെ രാത്രിയിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഇലക്ഷൻ ദിവസത്തിന്റെ അന്ന് രാത്രി ഉണ്ടായതിനു ശേഷം പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക്. അവർക്ക് ഷിഫ്റ്റ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്, രാത്രി ആയാലും പകലായാലും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതില്. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ജീവന്റെ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എന്റെ ഭർത്താവിന് ഓരോ വീടുകളിലും പോയി കേബിൾ TV ടെക്നീഷ്യനാണ്. ഈ പത്രം ഇടുന്ന ഒരു ന്യൂസ് പേപ്പർ ബോയ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ ചെല്ലണം. രാവിലെ 4:30 പത്രം ഇടാൻ പോകുന്ന ആളിപ്പോ 6 മണിക്കാ പോകുന്ന. കാര്യം വേറൊന്നുകൊണ്ടല്ല, നമ്മളായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനപരമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയും തീർക്കണം. എനിക്ക് ഇനി ഇറങ്ങി പുറത്ത് ഇതേപോലെ പ്രവർത്തിക്കേണ്ട ആ ഒരു ഇത് എനിക്ക് CPM-ന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ ഗുണ്ടകളുടെ ഈ അക്രമം ഒന്ന് മാറ്റിത്തരണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ അനുപമ, എന്തായാലും വലിയ വിജയമാണ് താങ്കൾ അവിടെ നേടിയത്. സ്വാഭാവികമായും CPM-ന്റെ ഭാഗത്ത് നിന്നും ഇത്തരം അസഹിഷ്ണുത, ഇത്തരം വിജയങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, വിശേഷിച്ച് കണ്ണൂർ പോലെയുള്ള ജില്ലകളിലൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ കണ്ണൂർ എന്ന നിലയിൽ CPM നോക്കിക്കാണുന്ന ഒരു സ്ഥലത്ത് BJP-യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ വ്യാപകമായ അക്രമം നടത്തുന്നത്. മനോജ് തുടരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനോജ്, അപ്പോൾ ഈ പോലീസിൻ്റെ ഒരു സംരക്ഷണം ഈ ക്രിമിനലുകൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ ആക്രമണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ മർദ്ദനമുണ്ടായി, വീടുകൾ കത്തിച്ചു. എന്നിട്ടും വളരെ ദുർബലമായ വകുപ്പുകൾ FIR-ൽ ഇട്ടുകൊണ്ടാണ് ഈ 4 ക്രിമിനലുകൾക്കെതിരെ പേരിന് വേണ്ടി ഒരു കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും ആ FIR പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് തരത്തിലേക്കാണ് പോലീസ് ഈ കേസ് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. അതായത് ഒരു പരാതിക്കാരി നൽകിയിട്ടുള്ള മൊഴി അത് കൃത്യമായും സ്വീകരിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെയാണ് FIR-ൽ ഉൾപ്പെടുത്തേണ്ടത്. സാധാരണയായി ഒരു പരാതിക്കാരിയുടെ മൊഴി അത് പൂർണ്ണമായും പോലീസ് പരിശോധിക്കണം. പരിശോധിച്ച ശേഷം FIR ഇടേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഒഴിവാക്കി തങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള ഒരു FIR അതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസിന് തോന്നിയ രീതിയിൽ എങ്ങനെയാണോ
CPM പ്രവർത്തകർക്ക് ഈ കേസിൽ നിന്നും ഊരിപ്പോകേണ്ടത് അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഒരുക്കി വെച്ചാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് ഇവിടെ തുടർന്ന് വരുന്നത്. ഈ കടയ്ക്കലിലാണെങ്കിൽ ഏത് തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നാലും CPMന് അനുകൂലമായി നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് അതീതമായി അവിടെ ഒന്നുമില്ല എന്നുള്ള സഖാക്കളുടെ ഒരു നിലപാട്, അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ BJPയുടെ ഒരു പ്രതിനിധി വിജയിച്ച് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ അവർക്ക് വേണ്ട പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും അനുഭവം പറയുന്നുണ്ട്, എനിക്ക് സമാധാനപരമായി എൻ്റെ വാർഡിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ വാർഡിലുള്ള ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അതിന് പോലും അനുവദിക്കാത്ത ഒരു കാര്യം, അതായത് തോൽവി അംഗീകരിക്കാൻ CPMന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളെന്നും ജയിച്ചു വരുന്ന ഒരു സ്ഥലത്ത് തങ്ങളെ ജനങ്ങൾ മാറ്റി നിർത്തി എന്നുള്ളത്, അതായത് ഒരു പൊതുജന വികാരം നമ്മൾ അവിടെ കണ്ടു. എന്നാൽ അത് അംഗീകരിക്കാൻ CPMന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തോറ്റുവെന്ന് CPMനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വലിയ പാടാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുപോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഗുണ്ടാപ്പടകളെ അഴിച്ചുവിട്ടുകൊണ്ട് കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന ഒരു സമീപനം. എന്നാൽ നേതൃത്വത്തോട് ഈ കാര്യം അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുപമ ഉൾപ്പെടെ ജില്ലാ നേതൃത്വത്തെ അടക്കം ഈ കാര്യം, CPMൻ്റെ നേതൃത്വത്തെ അടക്കം ഈ കാര്യം അറിയിച്ചിരുന്നു. ഇങ്ങനെ തങ്ങളുടെ പ്രദേശത്ത് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നേതൃത്വം കൈയൊഴിക്കുകയാണ്. മനോജിലേക്ക് എത്താം. ഇപ്പോൾ MR സുരേഷ്, കൊല്ലം ഈസ്റ്റ് ജില്ലാ BJP വൈസ് പ്രസിഡന്റാണ്. ശ്രീ MR സുരേഷ്, ഈ കൊല്ലം കടക്കലിൽ കഴിഞ്ഞ 2 ദിവസമായി CPM നടത്തുന്നത് വ്യാപകമായ ആക്രമണമാണ് എന്നത് കൃത്യമായി അവിടുത്തെ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ V മുരളീധരൻ ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ FIR ഇടുന്ന ഘട്ടത്തിൽ വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ CPM ക്രിമിനലുകളെ സംരക്ഷിക്കാനൊരു നീക്കം പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? കടയ്ക്കൽ പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കടയ്ക്കൽ പോലീസ് വളരെ ഏകപക്ഷീയമായ നിലപാടാണ് ഇന്നുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇരകളെ സംരക്ഷിക്കുകയല്ല, മറിച്ച് പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും സ്ഥാനാർത്ഥി വിജയിച്ച് ആ വാർഡിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ മൈക്ക് പോലും ഇല്ലാതെ ബൈക്കിലും ഒരു വണ്ടിയിലുമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്താൻ പോയ സംഘത്തെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം, സ്കൂളിലെ അധ്യാപകരടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ, KSFE ജീവനക്കാരനടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. അതിന് അവരെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇക്കാലം അത്രയും കടയ്ക്കലിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ കാലം അത്രയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗം തന്നെയാണ്. അവിടെ നമുക്ക് പരാതിയായിട്ട് കടന്നു ചെല്ലുമ്പോൾ പോലും നമ്മളെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്ന സമീപനമാണ് മുൻകാലങ്ങളിലും ഇപ്പോഴും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് അന്ന് അവിടെ പ്രകടനം നടത്തരുത് എന്ന് പല പ്രാവശ്യം പോലീസ് ആവശ്യപ്പെട്ടു. കാരണം ആ ജംഗ്ഷൻ, കടയ്ക്കൽ ടൗണിൽ പ്രകടനം നടത്തരുതെന്ന് ആവശ്യപ്പെടാൻ തയ്യാറായി. അപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്ക് പോകാതെ ആ വാർഡിൽ, വിജയിച്ച വാർഡിലെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് കടയ്ക്കൽ നിലനിന്നത്. ഇന്നലെ V മുരളീധരൻ അടക്കമുള്ള BJPയുടെ ദേശീയ നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും BJPയുടെ ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അടക്കം ജില്ലാ ഭാരവാഹികളടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഓക്കെ ശ്രീ MR സുരേഷ്, BJPയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി നമ്മൾ എടുത്ത് ഓർക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ കേരളത്തിൽ വലിയ സോഷ്യലിസത്തെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയും ഒക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലെ അവസ്ഥ എന്താണ് എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുവാനോ മൈക്ക് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുവാനോ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിലേക്ക് അവിടുത്തെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ. ഇതാണ് CPMൻ്റെ ജനാധിപത്യ ബോധം. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ഇടവേളയെടുത്ത ശേഷം.